ഇവിടെയുണ്ട്, മുട്ടിടുന്നുണ്ട്. എന്നാ അവിടെ ഇതാ കണ്ടോ, മുട്ടിടുന്നുണ്ട് അവിടെ. പിന്നെ വേറെ ഒരു വെറൈറ്റി ഇവിടെ മുട്ടിടുന്നുണ്ട്. ഇതാ വേറെ മുട്ടിടുന്നുണ്ട്. ഇനി മുട്ടിട്ടത് അവിടെ ഉണ്ട്. അവിടെയൊക്കെ അതൊക്കെ ഇപ്പം മുട്ടിടാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിലാണ്. ബാക്കി നമുക്ക് കീടശല്യം അങ്ങനെ കീടശല്യങ്ങൾ ഉണ്ടാവുന്നില്ല. ഇതിലുണ്ടാവുന്നത് ഒരു തരം ഫംഗസാണ്. ഒരു ഫംഗസ് ഉള്ള സമയത്ത് വെട്ടിക്കൽ. പിന്നെ ചീച്ചൽ വരുന്നുണ്ട്. ഇപ്പോൾ ചീച്ചൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ചീച്ചൽ വന്നതാണ്. ഈ ചീച്ചൽ വന്നിപ്പോൾ ഞാനിപ്പോൾ ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്യും. എന്നിട്ട് ഇവിടെ നമ്മളെ ഫംഗസ് ആയിട്ട് എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. ഇത് കത്തി കൊണ്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കത്തീൻ്റെ ബാക്ക് സൈഡിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സ്റ്റംപ് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ജീവനുണ്ടാവില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ മാത്രം കട്ട് ചെയ്യുക, ഈ ഭാഗം ഇട്ട് കളയുക, എന്നിട്ട് ഇവിടുന്ന് ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. അതാണ് അതിന് വരുന്ന ഒരു മെയിൻ. അത് പിന്നെ വേറെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒച്ചിനെ ശ്രദ്ധിക്കണം. ഉറുമ്പ് ശല്യം ഉണ്ടാവും, അതിനെയും ശ്രദ്ധിക്കണം. വേറെ ഒരു കായ് മൊത്തം 80, ഇപ്പം മൊത്തം 1000 കൂട്ട പ്ലാൻ ഉണ്ട്. ഇതൊരു പഴം ഇവിടെ ആയതാണ്. ഇതായിട്ടുണ്ട്, ഒരു പഴം ആവുന്നുണ്ട്. അത് എൻ്റെ സ്റ്റമ്പ് നോക്കേണ്ടി വരും ഏതാണെന്ന്. അസുന്തിയാണെന്ന് തോന്നുന്നു. അത് നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റമ്പ് നോക്കേണ്ടി വരും ഏതാണെന്ന്. പോകുന്ന വർഷങ്ങളിൽ ഡാഡി എന്ത് മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരാൻ നോക്കുന്നത്? അല്ലെങ്കിൽ ഇനി എത്ര ഡെവലപ്പ് ചെയ്യാനേ ഉള്ളൂ. കാരണം ഇനിയിപ്പോൾ സ്ഥലമില്ല. ഉള്ള സ്ഥലത്ത് വെച്ച് ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, മൊത്തം പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പ്ലേസ് ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ 80 വെറൈറ്റി എൻ്റെ തോട്ടത്തിലുണ്ട്. 1000 കൂടുതൽ പ്ലസ് 1000+ പ്ലാന്റ്സും ഉണ്ട് മൊത്തം ടോട്ടലി. ഇവിടെയൊക്കെ അവിടെയൊക്കെ പഴം കായ്ക്കുന്നുണ്ട്. ഇവിടെ ഇതാ മൊത്തം ഈ മുള്ളാണ്. ഇതാ ഇവിടെ വേറെ മുട്ടിടുന്നതുണ്ട്. ഈ മാസം ഇപ്പോഴെടുത്ത് സ്റ്റാർട്ട് ചെയ്തതാ. പിന്നെ ഇവിടെ ഉണ്ട് വേറെ പഴ കായ ആയതുണ്ട്. കായായിട്ടുണ്ട്. നമുക്ക് എടുത്ത് കളയാണെങ്കിൽ പ്രശ്നമില്ല. അതവർക്ക് ഇത് ചെയ്തിട്ടുണ്ടല്ലോ, ഇറിഗേഷൻ്റെ സിസ്റ്റത്തിൽ ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യേ വേണ്ടതുള്ളൂ. ശ്രദ്ധിക്കണം. ഇതൊക്കെ വേറെ ഇതൊരു വെറൈറ്റിയാണ്. ഒരു വെറൈറ്റി ഇപ്പോൾ ഉണ്ടാവുന്നതാണ്. ഇന്ന് മുട്ടിട്ട് ഫ്രൂട്ട് പിടിക്കും അങ്ങനെ ഉണ്ടോ? അങ്ങനെ കണക്കില്ല. അത് നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും. ചില പ്ലാന്റിൻ്റെ മുകളിൽ ഒറ്റ സ്റ്റമ്പിൻ്റെ മുകളിൽ തന്നെ 2, 3, 4 ഞാൻ നിർത്തില്ല. 4 നിർത്തിക്കഴിഞ്ഞാൽ താങ്ങാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ 2 പഴം വെച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിവാക്കും. 4 ഭാഗത്തെ സ്പ്രെഡായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ആവശ്യമൊന്നുമില്ല. ഇത് 2 ഭാഗത്തേക്ക് മാത്രമേ ഇത് ചെയ്യൂ. ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 4 ഭാഗത്തേക്ക് സ്പ്രെഡായിട്ട് റൗണ്ടായിട്ട് പോകും. അതിന് ടയർ വെച്ചത്. നമുക്ക് ടയറിൻ്റെ ആവശ്യമില്ല. മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു എക്സ്പ്ലനേഷൻ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടയർ വെച്ചതാണ്. ഇതൊക്കെ ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പ്ലാന്റ് നോക്കണ്ട. ഇതിന് ഫ്ലവർ വരുന്നുണ്ടോ? ഭയങ്കര വലിയ ഫ്ലവറാണ് ഇനി വരിക. ഇത് ഗെയിൻഡ് ഗോൾഡ് ആണെന്ന് തോന്നുന്നു. അതിപ്പോൾ എനിക്ക് കറക്റ്റ് ഇപ്പോൾ പറയാൻ പറ്റില്ല. നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഗെയിൻഡ് ഗോൾഡിൻ്റെ സ്റ്റമ്പാ കാണുന്നത്. പൂവാ, നല്ല കാണാൻ നല്ല രസമുള്ള മൊഞ്ചുള്ള പൂവാ. നല്ല സ്മെല്ലും ഉണ്ടാവും. നല്ല റോസ് കളറുണ്ട്, റെഡ് ഉണ്ട്, സാധാരണ പൂവിൻ്റെ യെല്ലോ ആൻഡ് വൈറ്റ്, അങ്ങനെ 3 ഫോട്ടോ നമുക്ക് ഇതിൽ കൊടുക്കാം. അതിനെ ഫോട്ടോ കൊടുക്കാം. രാവിലെ എണീച്ച പാട് ഇത് തന്നെ പണിയല്ലേ? രാവിലെ 6:30 മണിക്ക് ഞാൻ തോട്ടത്തിൽ ഇറങ്ങും. ഇപ്പം ചൂടായതുകൊണ്ട് 9:30 മണിയാകുമ്പോഴേക്ക് 2 മണിക്കൂർ കൊണ്ട് ഞാൻ കയറും. ഇതിൻ്റെ തലയിലും അതിന് ഞാൻ നോക്കുന്നു. 2 മണിക്കൂർ കൊണ്ട് ഞാൻ കയറും. പിന്നെ വൈകിട്ട് ആഫ്റ്റർനൂൺ കയറും. 2 മണിക്കൂർ ആഫ്റ്റർനൂണും ഞാൻ സ്പെൻഡ് ചെയ്യും. തണല് കിട്ടുന്നുണ്ടോ? തണൽ അങ്ങനെ കിട്ടില്ല. വെയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇനി വെയിലാണ്ട് വേണ്ട തണലല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വെയിൽ ഈ ഭാഗത്തായത് കൊണ്ടാണ് ഇവിടത്തേക്ക് ഇത് ചെയ്യാത്തത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ വെയിൽ കുറച്ച് ക്രോസിൽ വരുമ്പോൾ ഇവിടെയൊക്കെ വെയിൽ വരും. വെയിലാണ് ഇതിന് വേണ്ടത്. ഇതിന് തണലല്ല വേണ്ടത്. ഇതാണ് റോയല്. റോയല്
റോയലാന്ന് സാധാരണ വീട്ടിലെല്ലാം സാധാരണ റോയലാണ്. റോയൽ 1 ഉണ്ട്, റോയൽ 2 ഉണ്ട്. ഇതാണ് നമുക്ക് കോമേഴ്സ്യൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ആ പുറത്ത് ചോപ്പാണ്, അകത്ത് റോയലാണ്. റോയൽ, മലേഷ്യൻ, മെക്സിക്കൻ ഇതൊക്കെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ കിട്ടുന്നത് ഒരു രുചി കിട്ടൂല, കാരണം അതിനൊക്കെ മരുന്നടിച്ചിട്ട് വരുന്നതാണ്. അതുപോലെ മൂത്ത് പഴുത്തിട്ടല്ല അത് പറിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതൊന്നും ഒരിക്കൽ വാങ്ങിച്ചാൽ പിന്നെ അത് വാങ്ങൂല. ഈ ഡ്രാഗൺ ഫ്രൂട്ട് തിന്നുന്നതിന്റെ ഗുണങ്ങൾ അറിയോ? ഗുണങ്ങള് ഞാൻ ഇതിൽ പറഞ്ഞുതരാം, എൻ്റെ കാർഡിലുണ്ട്. എൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ് മെയിൻ. പിന്നെ വിറ്റാമിൻ സി ആണ് ഇതിൻ്റെ എല്ലാ ഇതും അടങ്ങിയിട്ടുണ്ട്. ന്യൂട്രിയൻസ് പിന്നെ കാർഡിൽ എനിക്ക് കാണിച്ചു തരാം. എൻ്റെ കാർഡിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതൊക്കെ ഇതൊക്കെ 1 വർഷം ആവുന്നതേ ഉള്ളൂ ഈ വെച്ചതൊക്കെ. പുതിയതായിട്ട് വെച്ചതൊക്കെ 1 വർഷം ആയിട്ടില്ല. 1 വർഷത്തിന് ഒരു 8 മാസം എന്തോരം ആയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇതെല്ലാം കായ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പുറമൊക്കെ ഉള്ളത് ഒരു 2 വർഷമായതുണ്ട്, 2.5 വർഷമായതുണ്ട്. ഇതിപ്പോ എത്ര കാലാവധി ആയിട്ടുണ്ടോ ഡാഡി ഇതിലേക്ക് ഇറങ്ങിയിട്ട്? മൂന്നാമത്തെ കൊറോണ ഒക്കെ വീട്ടിലിരിക്കുമ്പോൾ തോന്നിയതാണ് ഇതൊക്കെ. ഇത് 3ാമത്തെ വർഷമാണ്. 2 പ്രാവശ്യം അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു. 3ാമത്തെ വിളവെടുപ്പ് മെയ്യിലുണ്ടാവും, മെയ്യിലൊക്കെ കഴിയും. അപ്പോൾ 3ാമത്തെ വിളവെടുപ്പ്. അപ്പോൾ 2.5 വർഷം അത് കഴിഞ്ഞ് പിന്നാലെ കൂടിയിട്ട് ഇവിടെ തിരക്കുള്ള സമയം പോകാൻ നല്ല രസമാണ്. ഒരു പണിയുമായി നല്ല ഇതിന് തന്നെ കൂടുകയാണെങ്കിൽ തന്നെ ഒരു 1-2 വെറൈറ്റിക്ക് വെക്കാൻ നല്ല വരുമാനം ഉണ്ടാക്കുക. സ്റ്റമ്പ് കൊടുത്താൽ തന്നെ ഇതൊക്കെ വെച്ചിട്ട് അലങ്കാരത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും വെറൈറ്റീസ് വെച്ചിട്ടുള്ളത്. ഫ്രൂട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഫ്രൂട്ട് ഞാൻ വെക്കുന്നില്ല. ഫ്രൂട്ട് എനിക്ക് ഇവിടെ ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് വരുന്നുണ്ട്. അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പറിച്ചു കൊടുക്കും, നാട്ടുകാർക്ക് പറിച്ചു കൊടുക്കും, ഫ്രണ്ട്സ്, റിലേറ്റീവ്, അതുപോലെ തന്നെ ഗൾഫിലേക്കൊക്കെ അയച്ചു കൊടുക്കും. കുടുംബങ്ങളൊക്കെ അവിടെയല്ല, എല്ലാവർക്കും അയച്ചു കൊടുക്കും. അത് കാശിന് വിൽക്കുന്നൊന്നുമില്ല. കാശിന് സ്റ്റമ്പ് മാത്രമേ ഞാൻ അടുത്ത ഇത് കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞാൽ അടുത്ത വിളവെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സ്റ്റമ്പ് സെയിൽ ചെയ്യാൻ തുടങ്ങും. അത് ഞാൻ ഇതുപോലെ തന്നെ പോട്ടിൽ തന്നെ വേണമെങ്കിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് തന്നെ കൊടുക്കുന്നത്. അതിൽ റൂട്ട് വന്നതേ കൊടുക്കുള്ളൂ. റൂട്ട് വരാതെ കട്ടിങ് കൊടുക്കുന്നില്ല. കട്ടിങ് കൊണ്ട് എല്ലാവർക്കും സക്സസ് ആയിട്ട് എടുക്കാൻ കഴിയില്ല. റൂട്ട് വന്നിട്ടാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ റൂട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. മണ്ണിലേക്ക് നടാത്തത് നമ്മൾ ഈ സ്ഥലത്ത് മണ്ണിലേക്ക് നട്ടാൽ ശരിയാകത്തില്ല. കാരണം ഇത് ചുവന്ന മണ്ണല്ല, ഇത് ഇത് മണൽ കടലിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഉള്ളതിലേക്ക് ഇതിലേക്കൊന്നും നമ്മൾ, കാരണം ഇതിൻ്റെ അടിയിൽ ഉപ്പും നെഞ്ചുണ്ട്. അതുകൊണ്ട് ഒന്നും തന്നെ ഇവിടെ അത്ര നന്നാവുന്നില്ല. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നമ്മുടെ വാങ്ങിക്കുന്നതാണ്, പൊടി മറ്റേ ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ്, ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഈ വളം ഷോപ്പിൽ പോയപ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് അങ്ങനെ വേസ്റ്റ് വെള്ളമൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെള്ളം ഞാനിപ്പോൾ ഇത് പുളിപ്പിച്ചിട്ട് ചാണകം, എല്ലുപൊടി, വേപ്പിൻ പൊടി, കടലപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഇതിൽ ഞാൻ ഒരു 10 ദിവസം ഇതിൽ വെച്ചിട്ട് ഇത് പുളിപ്പിച്ചിട്ട് ഞാൻ നനച്ചു കൊടുക്കുകയാണ്. ബയോ വേസ്റ്റ് ആയിട്ട് ഞാൻ നനച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതിൽ വളമായിട്ട് ഇടുന്നില്ല, ഇതിൽ നനച്ചു കൊടുക്കുകയാണ്. ഇത് ഒരു 250 ലിറ്റർ വെള്ളം നനച്ചിട്ട് വേണം എനിക്ക്. അത്രയും പ്ലാന്റ് ഉണ്ട്. അതിൽ ഞാൻ പുളിപ്പിച്ചിട്ട് 2 ആഴ്ച. അപ്പോൾ അതോടുകൂടി നമ്മുടെ കഞ്ഞി വെള്ളം ചേർക്കും. വേറെ എന്തെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ട്. അത് വളം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും സമയത്ത് ഞാൻ അത് ഇട്ട് കൊടുക്കും. മുട്ടത്തോട് കിട്ടിയാൽ അത് ഇട്ട് കൊടുക്കും. ഇപ്പോൾ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇടുന്നില്ല. അത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കും, പൊടിച്ചിട്ട് കൊടുക്കും. ബാക്കിയെല്ലാം വളം ഇട്ടിട്ട് ഞാൻ ഇത് വളമാക്കി വെള്ളം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുളിപ്പിച്ചിട്ട് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ പ്രാണികള് പ്രാണികേടുകൾ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. കീടനാശികൾ ഉപയോഗിക്കുന്നുണ്ട്. കീടനാശികൾ നമ്മുടെ ഇതാണ് ഉപയോഗിക്കുന്നത്. 1 സാഫ്, 2 സോഡോമോണാസ്. അത് ജൈവമാണ്. സോഡോമോണാസ് ജൈവമാണ്, അത് ഉപയോഗിക്കുന്നുണ്ട്. അതന്നെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അത്യാവശ്യം സാഫ് അടിച്ചു കൊടുക്കും. എന്തെങ്കിലും കൂടുതലായിട്ട് ഫംഗസ് ഉണ്ടെങ്കിൽ ഞാൻ സാഫ് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കും. അതാണ് ആ ബ്ലൂ കളർ കാണുന്നത്. അത് റിലാക്സ് ആവുന്നുണ്ട്. അത് നന്നാകുന്നു, മോശമാവുന്നില്ല. നന്നായിട്ട് മോശമായിട്ടുണ്ട് അതിനെ വെട്ടിക്കളയാന്നേ പറ്റുള്ളൂ. ഇതിപ്പോ എല്ലാവർക്കും നടാൻ കഴിയും തോന്നുന്നുണ്ടാ? അത് കുറച്ച് മെനക്കാടുന്ന കുറച്ച് എക്സ്പെൻസീവ് ആണ്. നടാൻ പറ്റാണ്ടോന്നല്ലോ. അത്യാവശ്യം ഒരു വീട്ടിൽ 2-3 4-5 തയ്യങ്ങ് വെക്കണമെന്നുള്ള അഭിപ്രായമൊക്കെ തന്നെ എനിക്ക്. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് പറിച്ചു നിന്നല്ല.
ഇത് ജൂലൈ അടുത്ത മാസം മുതൽ ഇത് പറിക്കാൻ തുടങ്ങാം. അപ്പോൾ ഒക്ടോബർ നവംബർ വരെ പറിയുണ്ടാവും. പിന്നെ നമ്മളെ തോട്ടത്തിൽ കൂടുതൽ ഒരു വർഷം 12 മാസം പറിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇതിവിടെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, തോട്ടത്തിൽ ഫുൾ ലൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് 12 മാസം ഇവിടെ പഴം ഉണ്ടാവാൻ സാധ്യത. സോളാർ ലൈറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? സോളാറും ഉണ്ട്, മറ്റേ ലൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇലക്ട്രിക് ലൈറ്റ് തന്നെയാണ് വെച്ചത്. ഇതിപ്പോ എല്ലാ ചെടിക്കും ഇതേപോലെ കാർഡെല്ലാം വെച്ചിട്ടുണ്ടോ? ഇത് കൂടുതൽ കാർഡ് ഉണ്ട്. ഇപ്പൊ കാർഡ് ഇല്ലാഞ്ഞോണ്ട് വെച്ചിട്ടില്ല. എല്ലാത്തിനും പേരുണ്ട്. അവിടെയൊക്കെ പേരതാ ഓരോന്നും കാർഡ് വെച്ചിട്ട്. ആദ്യം വെച്ചതിനൊക്കെ കാർഡ് വെച്ചിട്ടുണ്ട്. ഒറിജാണ് ഇത്, ക്രോസ് ആണ്. ക്രോസ് ഏതായിരുന്നു ആദ്യത്തെ ഒരു ഫ്രണ്ടിലുള്ള 3-4 വരി തന്നെ ഉള്ളൂ. ഇതൊക്കെ തന്നെ ഉള്ളൂ. ഈ 3 ഉള്ളൂ ഫസ്റ്റിലുള്ളത്. ഇതിനപ്പോ എടുത്ത് മാറ്റാൻ കഴിയുന്ന അങ്ങനെ കഴിയോ? അടുത്ത് മാറ്റാൻ ഒന്നുമില്ല, പോട്ടിലല്ലേ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവനെ എടുത്ത് മാറ്റാൻ പറ്റില്ല. കാരണം ഇത് ഇവിടെ ക്യാരി ചെയ്യുന്ന വെയിറ്റ് ഒക്കെ ഈ പോസ്റ്റിൽ എന്നെ എടുത്ത് മാറ്റാൻ പറ്റില്ല. എന്നെ എടുത്ത് മാറ്റണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യണം. ഇവിടുന്ന് എടുത്ത് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് തരാം. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് നന്നായി പഠിപ്പിച്ചത് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ പല തോട്ടത്തിൽ 4-5 സ്ഥലത്തെ തോട്ടത്തിൽ പോയി കണ്ടു. അവരുമായിട്ട് ഒരു കേസ് അവരെടുക്കുന്നത് ഞാൻ പഠിച്ചത് തന്നെയാണ്. കുറേ ക്ലാസ് കിട്ടി എനിക്ക്. അത് പുറത്തുനിന്ന് കിട്ടിയത്. ഇനി വരാൻ പോകുന്ന തലമുറക്കോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്കോ ഈ ക്ലാസ് ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ തോട്ടത്തിൽ ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് വരുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. കുറേ ഇഷ്ടംപോലെ വരുന്നുണ്ട്. കൂടുതൽ പുറത്തുള്ള ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ഞാൻ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ തോട്ടത്തിലുള്ള വെറൈറ്റികളും തോട്ടും. ഇതാണ് എൻ്റെ തോട്ടം. ഈ ബ്ലൂ കളറിന് അടിച്ചു പോയത് സാഫ് ഫംഗിസൈഡ് അടിച്ചു കൊടുത്താണ്. പേസ്റ്റ് ആക്കിയിട്ട് അതിന് അടിച്ചു കൊടുത്താണ്. പേസ്റ്റ് തേച്ചതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ടും ഉണ്ട്, മോശമൊന്നായിട്ടില്ല. അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണ്ടായിരുന്നു. ഫംഗസ് ഈ മഴ കഴിഞ്ഞാൽ ഇത് ഫംഗസ് ബാധിക്കാൻ സാധ്യതകളുണ്ട്. ഇതിപ്പോ ഡാഡിന്റെ പ്രവാസി കാലം കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയതാണ്. പിന്നെ ഈ വരാൻ പോകുന്ന എല്ലാ പ്രവാസി എന്ന് വെച്ചാല് അവർക്കൊരു പ്രചോദനമാവട്ടെ. വെറുതെ വീട്ടിൽ പത്തിരിക്കാനേക്കാൾ എന്തെങ്കിലും ഒരു പ്രചോദനമാവട്ടെ. എന്തെങ്കിലും ചെയ്യാൻ ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കാം. ചെയ്യാൻ വരുമാനം ഉണ്ടാവും. ആ രീതിയിൽ ചെയ്യാൻ നമുക്ക് വരുമാനം തന്നെ ഉണ്ടാക്കാം. ഈ വെറൈറ്റി ചെയ്യാൻ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അതിൽ കായും കുറവാണ്, വെയിറ്റും കുറവ്, തൂക്കം കുറവാണ്. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ വേറെ മറ്റുള്ള പൂവിൽ നിന്ന് പൂമ്പൊടി എടുത്തിട്ട് നമ്മുടെ ഈ ക്രോസ് പോളിനേഷൻ്റെ നമ്മൾ നിക്ഷേപിച്ചു കൊടുക്കണം. പൂമ്പൊടി എടുത്തിട്ട് നിക്ഷേപിക്കണം. അതാണ് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ സെൽഫ്. പിന്നെ ബൈ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് അത് ഒന്നുകൂടെ ഒന്ന് സ്മാർട്ടാവും. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. റഹ്മാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഗാർഡന്റെ കാർഡ്, ഇതിന്റെ നമ്പറും ഇതിന് വരുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സും കൊടുത്തിട്ടുണ്ട്.